ഇഅ്ജാസുൽ ഖുർആൻ മനുഷ്യ കഴിയുടെ അതീതമായ ഒരു ഗ്രന്ഥമായിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലയിലേക്ക് 2-3 വിഷയങ്ങളെ കൊണ്ട് ഞങ്ങൾ സമർത്ഥിച്ച. ഇനി മൂന്നാമത്തെ ഒരു വിഷയമാണ് പരിശുദ്ധമായ ഖുർആന്റെ അതിന്റെ തർത്തീബ്, അതിന്റെ ശൈലി, അതുപോലെ ആയത്തുകൾക്കിടയിൽ പരിശുദ്ധമായ ഖുർആന്റെ ആ ഒരു വിഷയത്തോടുള്ള ബന്ധം. ഇതെല്ലാം നോക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അമാനുഷികമായുള്ള ഗ്രന്ഥമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടവിടെ. അപ്പൊ അതൊക്കെ ഉദാഹരണം ചൊല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാതിര വിഷയം ചൊല്ലുമ്പോ, അതുപോലെ കണ്ണിന്റെ വിഷയം ചൊല്ലുമ്പോ, അതുപോലെ ഹൃദയത്തെ വിഷയം, ഇത് ചൊന്ന ആയത്തിൽ അല്ലാഹു തആല ചൊന്നറ കണ്ണ് ചൊന്നറ, കാത് ചൊന്നറ, കണ്ണ് ചൊന്നറ, അതുപോലെ ഹൃദയത്തെ കുറിച്ച് ചൊന്നറ. ഇങ്ങനെ ചൊല്ലുമ്പോ ഓരോ ആയത്തിലും ഫസ്റ്റ് അല്ലാഹു തആല ചൊന്നറ കാതിര വിഷയമായിട്ട്, രണ്ടാമത്തെ അതിലൊട്ടിയെ കൊണ്ടുവന്നേ കണ്ണിന്റെ വിഷയം, അതിലൊട്ടിയെ കൊണ്ടുവന്നേ ഹൃദയത്തെ വിഷയം. എന്തേ അങ്ങനെ കൊണ്ടുവരണമുള്ള കാരണം ചൊമ്മ ആയത്തിലുണ്ട്. ഉദാഹരണം ചൊല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇവിടെ ചെന്ന് ഇന്നസ് സമഅ തീർച്ചയായും കാത്, അതുപോലെ പിന്നെ കാഴ്ച, കണ്ണ്, അതുപോലെ ഹൃദയം, ഇതെല്ലാം നാളെ ആഖിറത്തിൽ വെച്ച് ഇതിനെ ಬಗ್ಗೆ ചോദ്യം ചോദിക്കൊണ്ടുണ്ട്. വേറൊരു ആയത്തിൽ ചൊല്ലുന്നു വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ وجعل لكم السمع والابصار والافئده لعلكم تشكرون. ഊടം ചൊന്നങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയം ഗൊന്തില്ലಂತ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താക്കിയ കേൾവി തന്ന, കാതിര തന്ന, അതുപോലെ കണ്ണിന് തന്ന, അതുപോലെ ഹൃദയത്തെ തന്ന, എന്തിന് നിങ്ങൾ ചിന്തിക്കുവാനായിട്ട്. അപ്പോൾ ഊടം ചൊന്നെ കാത്, കണ്ണ്, അതുപോലെ ഹൃദയം. പിന്നെ ആയത്ത് നോക്കണമെങ്കിൽ വഹുവല്ലദീ അൻശഅ ലക്കും അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. അവിടെ ചെന്ന് അങ്ങനെ പിന്നെ കാത്, അതുപോലെ കണ്ണ്, അതുപോലെ ഹൃദയം, ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട് ചെന്നിട്ട് അള്ളാഹു താല ഈ ആയത്തുകളിലുള്ള ചൊല്ലുടെ വിഷയം എന്തെങ്കിൽ ഫസ്റ്റ് അള്ളാഹു താല പ്രയോഗിച്ചത് കാതായിട്ടിക്കിട്, അതിലൊട്ടിയെ കണ്ണ് കൊണ്ടുവന്നത്, അതിലൊട്ടിയെ ഹൃദയം കൊണ്ടു. അപ്പൊ ഫസ്റ്റ് കാതിരമേ എന്താ ചൊന്ന ഇപ്പൊ ഞങ്ങൾ ചിലപ്പോൾ മുണ്ടുമ്പോ ഞങ്ങളെ കൈ കാല് ഇങ്ങനെയല്ല ചൊല്ല, അല്ലെങ്കിൽ കണ്ണ് ഞങ്ങളെ കാത് ഇങ്ങനെ ചൊല്ല, വ്യത്യസ്തമായ രൂപത്തിൽ ചൊല്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ചെന്നവിടെയുള്ള ചൊന്നിട്ട് എന്തിരുന്നെങ്കിൽ കാതും കണ്ണും ഹൃദയം ഇതേ ഓർഡറിലാണ് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നത്. എന്താ ഇങ്ങനെ ചൊല്ലുകൊള്ള കാരണം ചെന്നെങ്കിൽ അവിടെ എല്ലാവരും ചൊല്ലുടെ വിഷയം എന്തെങ്കിൽ പരിശുദ്ധമായ ഈ കാതിര കൊണ്ടാണ് ആദ്യമായിട്ട് ഒരാൾ ഇൽമു പഠിക്കണമെങ്കിൽ, ഒരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ അവന് കേട്ടിട്ടാണ് മനസ്സിലാവിടെ, കാതുകൊണ്ടാണ് അവന് മനസ്സിലാവിടെ. പിന്നെ ആണ് കാന്റെ വിഷയമായിട്ട് എല്ലാവരും ചൊന്നാറ്. ഒരു ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ ഇതിനെ കുറിച്ച് പരിശോധിച്ചിട്ട് ചൊല്ലു എത്ര നല്ല പ്രയോഗമാണിത്. കാരണം എന്താ ചെന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒക്കെ കാതിരമേ കൊണ്ടുവരണമെങ്കിൽ കാതെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ മനസ്സിലാവും ഒരു കിടാവ് ജനിച്ച ഉടനെ തുടങ്ങരുത് അവന്റെ കേൾവി ആയിട്ട്, കേൾവി ശക്തിയാണ് വർക്ക് അവിടെ സ്വര തുടങ്ങുകയായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു അനുഭവം ഉണ്ട്. അതായത് ഞങ്ങൾ ഒരു മക്കളെ മുട്ട പോയിട്ട് വലിയ ശബ്ദാക്കിയെങ്കിൽ, ചെറിയ പൊടി കിടാവിടെ മുട്ട പോയി ശബ്ദാക്കിയെങ്കിൽ ആ കിടാവ് ആ ശബ്ദത്തിൽ എന്താ നെടിച്ചു വീണ്ടും. അതേ സമയത്ത് കണ്ണിടെ മുട്ടാണ് ഇങ്ങനെ കൈ കൊണ്ടെങ്കിലും ആ കിടാവ് കൊന്താവില്ല ഫസ്റ്റ്. പിന്നെ ആണ് കണ്ണിടെ മുട്ട ഇങ്ങനെ കൈ കൊണ്ടുമ്പോ കണ്ണ് മുച്ചിട്ട് ഇങ്ങനെ എല്ലാം അവിടെ. അപ്പൊ ഞങ്ങൾ നോക്കണ ഈ അള്ളാഹുടെ പ്രയോഗം ഫസ്റ്റ് കാത്, അതുപോലെ കണ്ണ്, ഹൃദയം, ഇത് നല്ല എന്തൊരു പ്രയോഗമായിട്ടിട്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ മനസ്സിലാവുക ഖുർആന്റെ ആ അമാനുഷികത. വേറൊരു വിഷയം നോക്കണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഖസസ് സൂറത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നു ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഅ അഫലാ തസ്മഊൻ. അതായത് ഇതിലൊട്ടി പിന്നെ ഒരു ആയത്ത് കൊണ്ടുവേണ്ട. ഈ ആയത്തിൽ ചെന്ന് എന്തിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുള്ള് നിങ്ങൾക്ക് പകലില്ലാണ്ട് ജാവേ ആക്കിയിട്ടിരുന്നെങ്കിൽ ആറ് നിങ്ങൾക്ക് വെളിച്ചം തരത്തർ, അള്ളാഹു അല്ലാത്ത ആറ് നിങ്ങൾക്ക് വെളിച്ചം തരത്തറുണ്ടാണ് അള്ളാഹു കേക്കടെ. കേട്ടിട്ട് അള്ളാഹു താല കേക്കടെ ഇത് നിങ്ങൾക്ക് എന്തേ അഫലാ തസ്മഊൻ, നിങ്ങൾക്ക് ഇത് കേക്കില്ലേണ്ടാണ്. രണ്ടാമത്തെ ആയത്തിൽ അതിലൊട്ടിയുള്ള ആയത്തിൽ ചൊല്ലുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ നിങ്ങൾക്ക് ഫുള്ള് പകലാക്കിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കോ, വിശ്രാന്തി എടുക്കോ, ജാവാറാക്കി തണ്ടാറ്. അപ്പൊ ഈ വിഷയം ചെന്നിട്ട് അള്ളാഹു താല ചൊല്ലു അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണില്ലേണ്ടാണ്. എന്താ ഈ ജാവ് ചൊന്ന അവിടെ അള്ളാഹു താല കേക്കില്ലേന്ന് കേട്ടാ, അതേപോലെ പകൽ ചൊന്ന അവിടെ നിങ്ങൾ കാണില്ലേന്ന് കേട്ടാ. നിങ്ങൾ നോക്കൂ ജാവാകുമ്പോ നിങ്ങളെ മുട്ട ഉള്ള വസ്തു പോലെ നിങ്ങൾ കാണില്ല. അതുകൊണ്ടാണ് അള്ളാഹു താല ജാവിടെ വിഷയം ചൊല്ലുമ്പോ നിങ്ങൾ കേക്കില്ലേ, കാണ്ടില്ല, കേട്ടില്ല, നിങ്ങൾ കേക്കില്ലേ.
പകലിലെ വിഷയം ചൊല്ലുമ്പോൾ പകൽ നിങ്ങൾക്ക് എത്ര ദൂരത്തെ വസ്തുവിനെ നിങ്ങൾക്ക് കാണ്ട്. അപ്പൊ നിങ്ങൾ അള്ളാഹു താല പകലിലെ വിഷയം ചൊല്ലുമ്പോൾ അള്ളാഹു കേട്ട് നിങ്ങൾ കാണ്ടില്ലേ, എന്തൊരു നല്ലൊരു പ്രയോഗം. അപ്പൊ അത് ഇങ്ങനെയുള്ള പ്രയോഗം ക്ലിയറായ രൂപത്തിൽ അത് കൊണ്ടുവരണമെങ്കിൽ അതൊരു ദൈവികമായ ഗ്രന്ഥമായത് കൊണ്ടാണ് സാധ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിഷയം പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.